ഓക്കെ, ഇപ്പൊ നമ്മുടെ ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് നമുക്ക് പെട്ടെന്നൊന്ന് പഠിച്ചെടുത്താലോ. അപ്പൊ നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിനാ സഹായിക്കുന്നത്? നമുക്ക് എനർജിക്ക് വേണ്ടിയിട്ടല്ലേ. അതായത് നമുക്ക് ഏത് പ്രോസസ്സുകൾ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് എനർജി വേണം. അപ്പൊ ആ ഒരു എനർജി പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് തന്നെ എഴുതാം? എനർജി പ്രൊഡക്ഷൻ ആണ് അവർ സഹായിക്കുന്നത്. ഓക്കെ, അത് സെറ്റായി. ഇനി ഇവർ പല രൂപത്തിൽ നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കും. ഏതൊക്കെ രൂപത്തിൽ കാണാനായിട്ട് സാധിക്കും? ഇവർ ചിലപ്പോൾ സ്റ്റാർച്ചിന്റെ ഫോമിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സെല്ലുലോസിന്റെ ഫോമിൽ, അല്ലെങ്കിൽ ഷുഗർ, ഗ്ലൂക്കോസ്, ഫൈബർ, ഇങ്ങനെ പല രൂപത്തിലും നമുക്ക് ഇവരെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നജത്തിന്റെ രൂപത്തിലും, അപ്പൊ പ്ലാന്റ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ഫോട്ടോസിന്തസിസ് ഒക്കെ ചെയ്തിട്ട് അവര് ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഏത് രൂപത്തിലാണ്? അന്നജമായിട്ടാണ് അല്ലെ. അപ്പൊ ഈ സ്റ്റാർച്ചിന്റെ രൂപത്തിലും കാണാനായിട്ട് സാധിക്കും. സെല്ലുലോസ് നമുക്കറിയാം പ്ലാന്റിന്റെ സെൽ വോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള എന്തുകൊണ്ടാണ്? സെല്ലുലോസ് കൊണ്ടാണ്. അപ്പൊ നമ്മൾ പ്ലാന്റിന്റെ എന്തെടുത്താലും അതിൽ എന്തുണ്ടായിരിക്കും? സെല്ലുലോസ് ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഗ്ലൂക്കോസ് വെച്ച് നമുക്കറിയാം ഈ കാർബോഹൈഡ്രേറ്റിന്റെ ഏറ്റവും ചെറിയ രൂപമാണ് ഇത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫൈബർ, നാരുകൾ ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ നാരുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഏതാണ്? ഈ ഒരു നമ്മുടെ കാർബോഹൈഡ്രേറ്റിന്റെ പല പല രൂപങ്ങളാണ്. ഓക്കെ, ഇനി കാർബോഹൈഡ്രേറ്റ് ഏറ്റവും കൂടുതൽ നല്ലോണം റിച്ച് ആയിട്ട് കാണുന്ന ഏതിലൊക്കെയാണ്? ഒന്നതേ നമ്മുടെ സീരിയൽസ്, അതായത് ധാന്യങ്ങളിലും അതേപോലെ തന്നെ ട്യൂബേഴ്സ്, കിഴങ്ങ് വർഗ്ഗങ്ങളിലാണ് ഈ ഒരു നമ്മുടെ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാടായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ഇത്ര മാത്രമേ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ കാർബോഹൈഡ്രേറ്റിലേക്ക് നമുക്ക് ഈ സ്റ്റാർച്ച് ഒക്കെ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സ്റ്റാർച്ച് ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അതിന് നമുക്കൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? അയഡിൻ ടെസ്റ്റ് എന്ന് പറയും. എന്താ പറയാ? അയഡിൻ ടെസ്റ്റ്. ഈ അയഡിൻ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇതിനുള്ളിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ സ്റ്റാർച്ച് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത്ര മാത്രമേ ചെയ്യേണ്ടുള്ളൂ. നമുക്ക് എന്ത് വേണം? ഒരു അയഡിൻ ലായനി വേണം. ഓക്കെ, ഒരു അയഡിൻ സൊല്യൂഷൻ നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും. ഓക്കെ, അയഡിൻ സൊല്യൂഷൻ വേണം. പിന്നെ അതേപോലെ തന്നെ 2 ടെസ്റ്റ് ട്യൂബ് എടുക്കാം. ഓക്കെ, ഈ 2 ടെസ്റ്റ് ട്യൂബിൽ ഒന്നിൽ നമ്മൾ എന്ത് ചെയ്തു? ഒന്നിൽ ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ പാലിൽ ഇതുണ്ടോയെന്നാണ് പറയേണ്ടത്. പാലിൽ സ്റ്റാർച്ച് ഉണ്ടോയെന്ന് അറിയണം. അപ്പോൾ ഒന്നിൽ മിസ് എന്ത് ചെയ്തു? പാലെടുത്തു. ഓക്കെ, ഒന്നിലെ മിസ് എന്ത് ചെയ്തു? പാലെടുത്തു. മറ്റേ ഇതിലെ മിസ് എന്ത് ചെയ്തു? മറ്റേ ഇതിലെ മിസ് നമ്മുടെ റൈസ് വാട്ടർ അല്ലെങ്കിൽ റൈസ് ഗ്രൂവൽ എന്നൊക്കെ പറയും, നമ്മുടെ കഞ്ഞിവെള്ളം എടുത്തു. ഓക്കെ, അപ്പൊ ഇതിലെ മിസ് ഇതേ റൈസ് വാട്ടർ അഥവാ നമ്മുടെ കഞ്ഞിവെള്ളം എടുത്തു. ഓക്കെ, അപ്പൊ ദേ നമുക്ക് അതൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിലെ മിസ് എന്താ ചെയ്തത്? ഇതിലെ മിസ് പാലെടുത്തു. ഇപ്പൊ തൽക്കാലത്തിന് മിസ് ഈ കളറാണ് കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇതിൽ ദേ മിസ് ഇത് ഈ കളർ കൊടുത്തു. കളർ ആയില്ലല്ലോ. ഈ കളർ കൊടുത്തു. ഇനി മറ്റേതിന് മിസ് വേറൊരു കളർ കൊടുക്കുകയാണേ. ഏതിപ്പോ കളർ കൊടുക്കാം? വേറൊരു കളർ കൊടുക്കുകയാണ്. ഇതിപ്പോ നമ്മുടെ റൈസ് വാട്ടർ ആണെന്ന് വിചാരിക്കുക എൻ്റെ കുട്ടികള്. റെഡി? അപ്പൊ ഈ 2 കളർ കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ നമ്മുടെ ഈ അയഡിൻ സൊല്യൂഷൻ ഉണ്ടല്ലോ, അയഡിൻ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്തു? അതിന് ഒരു 2 തുള്ളി ഡ്രോപ്പർ ഉപയോഗിച്ച് എന്ത് ചെയ്തു? 2 തുള്ളിയായിട്ട് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഓക്കെ, 2 തുള്ളി വീതം നമ്മൾ എന്ത് ചെയ്തു? 2ലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പൊ ഈ ഒരു അയഡിൻ ഒരു പ്രത്യേകതയുണ്ട്. അയഡിൻ അത് സ്റ്റാർച്ച് ആയിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ എന്തായിട്ട് മാറും? ഒരു ബ്ലൂ കളറായിട്ട് മാറും. ഓക്കെ, അപ്പൊ അയഡിൻ എന്ത് ചെയ്യുന്നു? അയഡിൻ്റെ പ്രത്യേകത എന്താണ്? അയഡിൻ നമ്മുടെ സ്റ്റാർച്ച് അഥവാ അന്നജായിട്ട് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അപ്പം എന്താ കിട്ടുക? ഒരു ബ്ലൂ കളറാണ് കിട്ടുക, ഒരു നീല കളർ നമുക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇതിൽ ആർക്ക് ഒഴിച്ചപ്പോഴായിരിക്കും ബ്ലൂ കളർ കിട്ടിയിട്ടുണ്ടായിരിക്കാം? ആർക്ക് ഒഴിച്ചപ്പോഴായിരിക്കും? മിൽക്കിലാണോ റൈസ് വാട്ടറിലാണോ? ആർക്കായിരിക്കും? നമുക്കറിയാം ഒബ്വിയസ്ലി റൈസ് വാട്ടറിൽ ഒഴിച്ചു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുക? ബ്ലൂ കളർ കിട്ടാൻ കാരണം എന്താണ്? റൈസ് വാട്ടറിലാണ് സ്റ്റാർച്ച് ഉള്ളത് അല്ലേ. അപ്പൊ ഇതിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടുക? ഏതിലാണോ സ്റ്റാർച്ച് ഉള്ളത്, സ്റ്റാർച്ച് പ്രസന്റ് ആണെന്നുണ്ടെങ്കിൽ അത് ബ്ലൂ കളറായിട്ട് കിട്ടും. സ്റ്റാർച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അതിൽ ബ്ലൂ കളർ ഒന്നും കിട്ടില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഇത് നടക്കുന്നത്. ഇങ്ങനെയാണ് അയഡിൻ ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റാർച്ച് ഉണ്ടോ എന്നുള്ള അറിയാനായിട്ട് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര മാത്രമേ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുള്ളൂ. ഇനി നിങ്ങൾക്ക് ഇത് എൻ്റെ കുട്ടികൾക്കൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവുമെന്നാണ് മിസ് വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഒരു കുഞ്ഞു ഹോംവർക്ക് ക്വസ്റ്റ്യൻ മിസ് തരാം. അതായത് ഇത്രയുള്ള മക്കളെ, നമുക്ക് കാർബോഹൈഡ്രേറ്റ് അല്ലാതെ മറ്റൊരു പോഷക ഘടകമാണ്, മേജറായിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ് നമ്മുടെ പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്ലേ. ഈ പ്രോട്ടീൻ്റെ കുറവ് മൂലം നമുക്കൊരു അസുഖം ഉണ്ടാവില്ലേ?
ഇല്ലേ? 2 അസുഖങ്ങൾ പഠിക്കാനുണ്ട്. അതിലൊരു അസുഖമെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, എൻ്റെ കുട്ടികളെ വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മിസ് വേണമെങ്കിൽ കുറച്ച് ക്ലൂ ഒക്കെ പറഞ്ഞുതരാം. വയറൊക്കെ ഇങ്ങനെ വീർത്ത് നിൽക്കും, ശരീരമൊക്കെ ഇങ്ങനെ ശോഷിച്ച് നിൽക്കും. ഏതായിരിക്കും അസുഖം, ഏതാണെന്നുള്ളത് മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ബോക്സ് ഓൺ ആണെന്നുണ്ടെങ്കിൽ, ഓൺ അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇതിൻ്റെ കുട്ടികൾ ആൻസർ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് വേണം, കൂടുതൽ സപ്പോർട്ട് വേണം പഠിക്കാൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ എക്സാമിനറിൻ്റെ യുവ ബാച്ച് ഉണ്ട്. അപ്പോൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാം.